മാറ്റൂ പട്ടിണി മാറ്റൂ പട്ടിണി മാറ്റൂ പട്ടിണി മാറ്റൂ പഞ്ചായത്തിലെ പട്ടിണി മാറ്റൂ പഞ്ചായത്തിലെ പട്ടിണി മാറ്റൂ ഉറക്കം തൂങ്ങി പ്രസിഡന്റ് ഉറക്കം തൂങ്ങി പ്രസിഡന്റ് രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകൂ ജീവൽ പ്രശ്നം അറിയാത്ത ജീവൽ പ്രശ്നം അറിയാത്ത ജീവൽ പ്രശ്നം കാണാത്ത ജീവൽ പ്രശ്നം കാണാത്ത ഭരണക്കാരെ മുർദാബാദ് ഭരണക്കാരെ മുർദാബാദ് ഭരണക്കാരെ മുർദാബാദ് സുഗത ഈ നേരത്തെ പറഞ്ഞു ഒരുപാട് നേരം കൊണ്ട് പറഞ്ഞു മൂത്രാബാദ് അതെന്താണ് മൂർദാബാദല്ല മൂർദാബാദ്. അതെന്തൊരു സാധനം? അതെന്ത് പണ്ടറിഞ്ഞാൽ മേധാവ് വിളിക്കുന്ന വിളിച്ചാ മതി. അതെ അത് നമുക്ക് പിന്നെ പറയാം അപ്പൊ ആദ്യം ചടങ്ങിലേക്ക് കിടക്കാം ഓ അങ്ങോട്ടാണ് നമുക്ക് വണ്ടി തിരിച്ചു വിട്ടാലോ കത്തട്ടെങ്ങനെ കത്തട്ടെ സത്യശീലൻ കത്തട്ടെ 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 കത്തട്ടെങ്ങനെ കത്തട്ടെ. എന്താണ് ഇപ്പൊ എങ്ങടെ പോണത്? എനിക്ക് ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിക്കോന്നേ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു പ്രക്ഷോഭ പരിപാടി നടക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് അടിച്ചു പോണത് ഞങ്ങളോടുള്ള ഒരു അവഹേളനല്ലേ? അങ്ങനെ മാറി സൂത മെമ്പറെ പ്രസിഡന്റ് അകത്തേക്ക് പോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് പറയണത് കേട്ടിട്ട് പോയാൽ മതി. പ്രസിഡന്റിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കത്തിക്കണ ആ പ്രസിഡന്റിനോട് പറഞ്ഞാൽ പോരാ. അവിടെ ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് അത് കേട്ടിട്ട് പോയാൽ മതി. പറയേ ഞാൻ കേൾക്കാം. പറഞ്ഞോ പ്രസിഡന്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രളയം വന്നു, അതെ, കോവിഡ് വന്നു, ആകെ മൊത്തം നരകത്തിലാണ്. എത്ര പേരാണ് നമ്മുടെ പഞ്ചായത്തില് ജീവിക്കാൻ വഴിയില്ലാതെ കഴിയുന്നറിയോ? എത്ര പട്ടിണി പാവങ്ങളാണെന്നറിയോ? ഇവരൊന്നും തിരിച്ചറിയാതെ കണ്ണടച്ചു പോകുന്ന പ്രസിഡന്റും ഭരണസമിതിയും ഉണർന്ന് പ്രവർത്തിക്കണം. അതുവരെ ഞങ്ങൾ സമരം ചെയ്യും. എന്നാ അതിനുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത്. അതിപ്പോ എപ്പോഴും നിങ്ങൾ മീറ്റിംഗ് നടത്തണല്ലേ? എന്നാ ഇത് അതുപോലെയല്ല. കേരളത്തില് അതിദരിദ്രരായിട്ടുള്ള എത്രമാത്രം ആളുകളുണ്ട് എന്നുള്ളത് കണ്ടെത്തി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നാണ് അതിന്റെ പേര്. അപ്പൊ നമ്മള് ഓരോ പഞ്ചായത്തിലെയും വാർഡുകളിൽ വാർഡ് മെമ്പർമാർ കൺവീനർ ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാകും. ആ കമ്മിറ്റിയാണ് ആ വാർഡിൽ എത്രത്തോളം ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അവരതിൻ്റെ റിപ്പോർട്ട് പഞ്ചായത്തിന് തരുന്നു. പഞ്ചായത്ത് അത് നേരെ സർക്കാരിന് കൊടുക്കുന്നു. സർക്കാർ ഈ പാവപ്പെട്ട ആളുകളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആ നിലയ്ക്കെല്ലാം സഹായിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ വാർഡുകളിൽ എത്രമാത്രം ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടാ. അതിനൊക്കെ വേണ്ടി ഒന്ന് കൂടെ നിൽക്ക്. അല്ലാതെ ഈ മണ്ണെണ്ണയും പെട്രോളൊക്കെ കത്തിച്ചിട്ട് വെറുതെ കോലം കത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രസിഡന്റ് നടക്ക്. നമ്മുടെ സമരം സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കേരള സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ സമരം വിജയിച്ചിരിക്കുന്നു. സമരം ഇവിടെ അവസാനിക്കുന്നു. കൊണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ കൊണ്ടു പ്രിയേ. അതെ എടുക്കട്ടെ. ഞാൻ ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോകുന്നു. എന്തേ? അവിടെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. സമയം എത്രയായി? സമയം 11:50. ഒരു 50 രൂപ തരുമോ? നോട്ടം കണ്ട എന്നും കായ്യായിരുന്ന മാതിരിയാ. എൻ്റെ എൽദോസെ ഞാൻ പറഞ്ഞത് ഇയാൾ കേൾക്കും. ഞാനല്ലേ മെമ്പർ. ആണല്ലോ. അപ്പോൾ ഞാൻ പറയണത് അനുസരിക്കും. നമുക്ക് 150 പേരെ പങ്കെടുപ്പിക്കണം. എടാ ജില്ലാ സമ്മേളനമാണത്, ജില്ലാ സമ്മേളനം. 100 ആണുങ്ങളും 50 പെണ്ണുങ്ങളും. അതിന് 10 വണ്ടി വേണം. വണ്ടി 10. എടാ അവർക്ക് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കാമോ? എനിക്കറിയാം. മട്ടൻ ബിരിയാണിയാ? മട്ടൻ ബിരിയാണി ഒന്നും പറ്റില്ല. ചിക്കൻ ബിരിയാണി നമ്മൾ മേടിച്ചു കൊടുക്കും. നീ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയേ. എടേ ഞാൻ പറഞ്ഞത് 100 ആണുങ്ങളും 50 പെണ്ണുങ്ങളും. അതെ, മെമ്പർ എന്താണോ പറയണത് അതങ്ങോട്ട് ചെയ്താൽ മതി. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരെയൊന്നും വേണ്ട. കുറെ നേരം ഞാൻ അവിടെ നിന്ന് മന്മേട്ടാന്ന് വിളിക്കണു. ഞാൻ ഒരു കാര്യം സംസാരിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ. ജില്ലാ സമ്മേളനത്തിനുള്ള ആൾക്കാർ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണല്ലേ. നിങ്ങളുടെ കോലം കത്തിച്ചോ പഞ്ചായത്തിൽ ഇന്നലെ? എടി എന്റെ കോലം അല്ല, എന്റെ കോലം കത്തിക്കെങ്കിൽ വരട്ടെ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ സത്യശീലൻ, അയാളെ കോലം കത്തിച്ചു. ആളെ കാണാനുണ്ടാ?
എന്തൊക്കെയാണ് കോയ വിശേഷങ്ങൾ? നമ്മക്കെന്ത് വിശേഷം എൻ്റെ മന്മതോ? വിശേഷമൊക്കെ നിങ്ങൾ പഞ്ചായത്തേർക്കല്ലേ? അത് പഞ്ചായത്തിൽ എന്ത് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞ്. ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കും കോയ, ഇവിടെ ഇരിക്കും. വേണ്ട വേണ്ട, അതൊക്കെ വലിയ വലിയ ആൾക്കാർ വരുമ്പോ ഇരുന്നോട്ടെ. നമ്മള് പാവപ്പെട്ടവർ ഇവിടെ തന്നെ ഇരിക്കല്. ഇല്ല, പഞ്ചായത്തിൽ എന്തോ വിശേഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? അന്നാണ് നിങ്ങൾ ഇതാ കക്കൂസ് കൊടുക്കണ്ട് പറഞ്ഞില്ലേ ആൾക്കാർക്ക്? എല്ലാവർക്കും ഇതാ കക്കൂസ് കൊടുക്കണ പഞ്ചായത്തിൽ നിന്നും പറഞ്ഞ് ഞാൻ ഓടിപ്പാഞ്ഞ് വന്നപ്പോ അതാ കക്കൂസ് ആദ്യം വന്നവരൊക്കെ പാടെ കക്കൂസ് ഉണ്ടായി. അതിന് കോയക്കാന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടല്ലോ. ഒന്നേ ഉള്ളൂ. ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ മറ്റൊന്നിനൊരു വിശ്രമം കിട്ടൂലേ? എന്റെ കോയ, ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വാർഡ് സഭ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം. അതിന് പിന്നെ പോലെ പാവപ്പെട്ടവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ അറിയിക്കണേ? അതൊക്കെ വലിയ വലിയ ആൾക്കാരനല്ലേ നിങ്ങൾ അറിയിക്കുള്ളോ? നടക്കണമൊക്കെ അടുത്ത വാർഡ് സഭ കോയ അറിയിക്കണം. അല്ല മന്മത, അതേ പഞ്ചായത്തിൽ എന്താ പുതിയ പദ്ധതിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ? അതിന് കോയക്ക് പറ്റിയ പദ്ധതി ഒന്നും വന്നിട്ടില്ലല്ലോ. അല്ല, നിങ്ങള് ദാരിദ്ര്യർക്ക് എന്താ സഹായിക്കുന്നുണ്ട് പറഞ്ഞ്? അത് ദാരിദ്ര്യം ഉള്ളവരെ. അതിന് കോയക്ക് എന്താ ദാരിദ്ര്യം? പറഞ്ഞുണ്ടാക്കി ഒരാള് സഹായത്തിനില്ലാണ്ട് ഒറ്റാന്തടിയായിട്ട് നടക്കണ കാര്യമാണ് ഈ പറഞ്ഞുണ്ടാക്കി. ഒരാൾക്ക് മനസ്സിലാവൂല എന്റെ ഗതികേട്. പിന്നെ എങ്ങനെയെങ്കിലും എന്നാ പദ്ധതിയിലൊന്നും ഉൾപ്പെടുത്തേണ്ട പൊന്നാര വന്നതാ. എന്റെ കോയ, അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതങ്ങനെ വെച്ചാൽ ഇതെന്തത്? ഇത് കുറച്ച് പച്ചക്കറിയും പച്ചമീനൊക്കെയാണ്. അവിടുന്ന് വരുമ്പോ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? കുഴപ്പമില്ല. അതെ, ഒന്ന് കാട്ടെ. അല്ല അതല്ല, സഞ്ചി കാട്ടെ. അല്ല ഒരു സാധനം ഇതേ ഇത് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടാവും. ഇത് എവിടുന്നത്? അല്ല, അത് ആ മിലിറ്ററിക്കാരൻ ഞാൻ വർത്താനം പറയാൻ നിന്നപ്പോഴേ ഫോൻ്റെ ചോദിച്ചപ്പോ ഇങ്ങോട്ട് വരികയല്ല. അപ്പൊ വരാൻ വെക്കുന്ന ഒരു ഇത് ഇന്നത്തെ അങ്ങനെ മേടിച്ച നിങ്ങളെ കൊണ്ടുവച്ചാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്നും അതിൽ ചേർക്കിന്റെ മന്മത. അതെ, കുറെ പ്രശ്നങ്ങളുണ്ട് കോയ. അത് മന്മയുടെ നമ്മൾ വിചാരിച്ച് നടക്കാത്ത കാര്യമാണോ? നമ്മുടെ കോയക്കാക്ക് വേണ്ടിയല്ലേ? അതങ്ങനെ അല്ല. പാവം, അതിന്റെ ഇരിപ്പ് നോക്ക്. അല്ല, പിന്നെ ഞങ്ങള് മെമ്പർ ആയിക്കോളി, മൂപ്പരെ കൊണ്ടൊരു കാര്യമില്ല. അതിനപ്പം നല്ലത്. ഒരുപാട് നിയമവശങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. അതൊക്കെ നോക്കാ കോയക്ക. ഒന്ന് നോക്കിന്റെ വേണ്ടത്. ഞാൻ ഉറപ്പ് പറയണ്ട, നോക്കാം. മറക്കണ്ട അത്ര മന്മത. ദാരിദ്ര്യത്തില് അതുകൊണ്ടാ പറയുന്നത്. നീ എന്തറിഞ്ഞിട്ടാണ് അയാൾ ഇതിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞിരുന്നത്? സ്വന്തമായിട്ടൊരു വീട്, 10-15 സെന്റ് സ്ഥലമുണ്ട്, കുറേ കാശ് ബാങ്കിൽ ഫിക്സഡ് ഇട്ടൊക്കെയാണ്. അത് ചിലവാക്കാതിരിക്കാനായിട്ട് മക്കളുമായിട്ട് വഴക്കിട്ടിട്ട് കണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇയാളാണ് ദരിദ്രൻ. കാര്യം ചെറുപ്പുണ്ടോ എടുക്കാൻ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ എൻ്റെ എന്നാ ഉണ്ടാവില്ല. ഒരു പണിക്കും പോയില്ല, 10 പൈസ കയ്യിലും ഉണ്ടാവില്ല, ഒരാൾക്കിട്ട് ഒരു മുതലും കൊടുക്കില്ല. ഞാൻ 2 കുറേ എണ്ണം. ഞാൻ വേറെ ആള് കോയെന്ന് പറഞ്ഞ ഒരാളുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചേച്ചി ചേച്ചി പൊട്ടൻ ചാടി കൊണ്ട് പെട്ടെന്ന്. നിനക്കതിന് ബ്രേക്ക് ഇല്ലേ? അത് ഇല്ലെന്ന് തോന്നണം. ഇല്ലെന്ന് തോന്നണം.